ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റെഫിയും ഗംഗപ്രസാദും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ പറയുക, ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു കല്യാണിയുടെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് ലഭിച്ചത്. പക്ഷേ ആ സമയത്ത് തന്നെ ആ കിരൺ അവിടെ എത്തി. അത് വലിയൊരു എന്തായിന്ന് ഗംഗപ്രസാദ് പറയുവാണ്. സ്റ്റെഫി പറയുവാണ്, ഇനി ഇതുപോലുള്ള പല സാഹചര്യങ്ങളും നമുക്ക് കിട്ടും. കാരണം കല്യാണം ആയതുകൊണ്ട് ആരുടെ ശ്രദ്ധയൊന്നും വീട്ടിൽ അത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അവസരം കിട്ടുകൂടാ, നീ വിഷമിക്കേണ്ടെന്ന് സ്റ്റെഫി പറയുവാണ്. സ്റ്റെഫി പറയുകയാണ്, എടാ അവരിനി സ്വർണ്ണം എടുക്കാനും ഡ്രസ്സ് എടുക്കാനെന്നൊക്കെ പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറക്കും. ആ ടെക്സ്റ്റൈൽസിലായാലും ഡ്രസ്സ് എടുക്കുന്ന നമുക്ക് വിഷമാറി നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഗംഗയും പറയാം, അത് ശരിയാടി, അത് നല്ലൊരു ഐഡിയയാണ്. പക്ഷേ അവർ ഏത് ടെക്സ്റ്റൈൽസിലാണ് പോകുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയൂടിയെന്നാണ് ഗംഗ പറയുന്നത്. അപ്പോൾ കല്യാണം പെട്ടെന്ന് നടത്താനാണ് അവരുടെ പ്ലാനിങ് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ നമ്മളും കുറച്ച് ഫാസ്റ്റായിട്ട് നീങ്ങണം. ഇപ്പോൾ കല്യാണം കിരണമൊന്നും ഓഫീസിലോട്ടൊന്നും പോകില്ലല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോഴും കാർത്തികയുടെ ലക്ഷ്മിയമ്മയുടെ കേസ് എന്തായാലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഗംഗ പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ആ സമയത്ത് കാണിക്കുന്ന ഹരിയെയാണ് കേട്ടോ ഓഫീസിൽ. പിന്നെ സരയും വന്ന് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ആദ്യമൊക്കെ ഇതെൻ്റെ കമ്പനി ആയിരുന്ന സമയത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ ഞാനിപ്പോൾ നന്നായിട്ട് ഉത്സാഹം കാണിക്കുന്നുണ്ട്, ഇതെല്ലാം പഠിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്തേക്ക് കിരൺ വരുവാണ്. കിരൺ വന്നു കഴിഞ്ഞപ്പോൾ പറയാണ്, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല, കാർത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുള്ളൂ, അതുവരെയും നീ ഹരിയേട്ടൻ്റെ കൂടെ നിന്ന് കമ്പനി നോക്കി നടത്തിക്കണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ സരയു പറയാതെ, നീ പ്രത്യേകിച്ച് എന്നോട് പറയണ്ടല്ലോടാ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുന്നു സരയു പറയുവാണ്. അപ്പോൾ എന്നിട്ട് പറയണേടാ, എനിക്ക് നിന്നോടൊരു കാര്യത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, നീ അവനെ കൊണ്ട് കുഞ്ഞിനെ കാണിച്ചൊരു കാര്യത്തിലെന്ന് പറയും. എന്നിട്ട് ഹരിയേട്ടനോട് അവൾ പറയാണ്, അതേ സാറേ, ഇവർ കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു എന്ന് പറയുമ്പോൾ ഹരിയേട്ടനും പറയാം, അത് ശരിയായില്ല സാറേ എന്ന് പറയാം. അപ്പോൾ അത് ശരിയാണ്, ഇനി അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരിയേട്ടൻ പറയുകയാണ്, അവന് കുറുക്കൻ്റെ ബുദ്ധിയാണ് മനോഹർക്ക് എന്നൊക്കെ ഇവർ പറയുവാണേ. പറയാടാ, നീ ഗംഗപ്രസാദിൻ്റെ പിന്നാലെ പോകുന്നു, നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം അവൻ്റെ കയ്യിൽ ആയുധമായിരിക്കും. നമ്മളൊക്കെ ഒരാളുടെ നേരെ ആയുധം പിടിച്ച് 100 വട്ടം ചിന്തിക്കാതെ പ്രയോഗിക്കണം വേണ്ടിയെന്ന്. പക്ഷേ അവൻ അങ്ങനെയുള്ളൊരു നോട്ടമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. കല്യാണിയുടെ അമ്മയുടെ മരണശേഷം അവിടെ നടന്നതൊക്കെ നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നിൻ്റെ മരണം വന്നാൽ അതൊന്നും ആർക്കും താങ്ങാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണേടാന്ന് പറയുവാണ് കേട്ടോ സരയും. അപ്പോൾ കിരൺ പറയുവാണ്, എടി ഞാൻ ജീവിച്ചിരുന്നാൽ അവനെ തട്ടിയിട്ടേ ഞാൻ തീരുവുള്ളൂ, അല്ലാതെ അതിനു മുമ്പ് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുവാണ് കിരൺ. എന്നിട്ട് കിരൺ അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഹരിയേട്ടൻ പറയുകയാണ്, കല്യാണിക്ക് അമ്മ എന്തായിരുന്നു എന്ന് കിരൺ സാറിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് കിരൺ സാറിന് ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് സരയുവിനോട് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരൺ, ബൈജു, ദീക്ഷയൊക്കെ കൂടി കാറിൽ നിന്ന് വന്നിറങ്ങുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. കല്യാണിയും നമ്മുടെ കാദംബരിയും നയനയും കൂടി കഴിഞ്ഞ ദിവസം നോക്കിയ ഓഡിറ്റോറിയം ഇല്ല, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ കിരൺ പറയാണ്, ഓഡിറ്റോറിയത്തിനകത്ത് കല്യാണി ഉണ്ട്, അപ്പോൾ കല്യാണിയുടെ കൂടെ കാർത്തിക കൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവനോട് വരാൻ സാധ്യതയുണ്ടാവും എന്ന് പറയാം. അപ്പോൾ രതീഷ് പറയും, സാറേ അവൻ്റെ കയ്യിൽ ചിലപ്പോൾ തോക്കുണ്ടാവും എന്ന് പറയുമ്പോൾ ബൈജു പറയാം, അവൻ കത്തിയൊക്കെ എറിഞ്ഞ് കൊള്ളിക്കും എന്നൊക്കെയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞതെന്ന് പറയുമ്പോൾ കിരൺ പറയാം, അവൻ തനി ഗുണ്ടയല്ലേ, അവൻ്റെ കയ്യിൽ നല്ല രീതിയിൽ ആയുധങ്ങളുണ്ടാവും, അത് നന്നായി അവന് ഉപയോഗിക്കാനും അറിയാൻ പറ്റുമെന്ന് കിരൺ പറയുവാണ്. അപ്പോൾ രതീഷ് പറയണേ, അതെ കല്യാണം കഴിയുന്നവരെയും കാർത്തിയെ വീട്ടിൽ നിന്ന് പുറത്തിറക്കട്ടാന്ന് പറയുമ്പോൾ കിരൺ പറയാണ്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും പോകണമെന്നും പറഞ്ഞ് നിൽക്കുവാണ് കാർത്തികയും ലക്ഷ്മിയമ്മയും. കാരണം അവരവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും കൂടെ അപകടമായിരിക്കുമെന്നും പറഞ്ഞ് നിൽക്കുവാണ്. എന്ത് ചെയ്യാനാണെന്ന് ഇങ്ങനെ പറയുവാണ്. അവരങ്ങനെ നിൽക്കുന്ന സമയത്തേക്ക് ഒരു ബൈക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ കിരൺ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ രതീഷും ബൈജും നിൽക്കുകയാണ് കേട്ടോ. പുള്ളി ബൈക്കിൽ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോൾ ഇവർ എവിടെ പോകണു എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഒച്ച ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങേരുടെ മാസ്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇങ്ങേര് മറിഞ്ഞു വീഴും കേട്ടോ. അപ്പോൾ ഇവിടെ ചാരനാടാന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു ബഹളം വയ്ക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് അവിടെ പുള്ളി അപ്പോൾ എന്താ സാറേ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ ആരാണ്, നിങ്ങളെന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ ഓഡിറ്റോറിയത്തിലെ പണിക്കാരനാണെന്നും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്തേക്ക് നമ്മുടെ കാദംബരിയും കല്യാണിയും നയനയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ പറയാം, അതെ ഇപ്പോഴത്തെ വേഷം മാറി നടക്കുന്നതുകൊണ്ട് ആരെ കണ്ടാലും അങ്ങനെയൊക്കെ തോന്നുവാന്നൊക്കെ കിരൺ പറയുവാണ്. കിരൺ നയനോട് പറയണം, നീ ഇടയ്ക്ക് വീട്ടിലോട്ടൊക്കെ നീ ഒന്ന് വന്ന് ഇവളൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം, ഇവളുടെ മനോനില തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നയന പറയുവാണ്, അതെ ഇവൾക്ക് ഏറ്റവും കൂടുതൽ ഇവളൊരിക്കലും ആരോടൊരു ദേഷ്യമൊന്നും വയ്ക്കാത്തവളാണ്, പക്ഷേ ഇവൾക്ക് ഗംഗപ്രസാദ് മരിച്ചാൽ മാത്രമേ ഇവൾക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുവാണ്. കാണിക്കുന്നത് പ്രകാശൻ പത്രം വായിക്കുകയാണ് കേട്ടോ. ആ സമയത്തേക്ക് നോക്കുമ്പോൾ ലക്ഷ്മിയമ്മയും കാർത്തികയും കൂടി ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ ഇവർ വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പ്രകാശൻ ചോദിക്കുക, നിങ്ങൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്
ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണവർക്ക് കൂടി അത് ബുദ്ധിമുട്ടാകും, അല്ല അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് അവിടെ പോയി നിന്ന് ഞങ്ങളെ മാത്രമേ അവൻ ആഗ്രഹിക്കുള്ളൂ. ഇനി അവൻ ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ അച്ഛാന്നൊക്കെ കാർത്തിക പറയുമ്പോൾ, മോളെ നിനക്ക് വേണ്ടിയിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ പോയിരിക്കുക കല്യാണി വന്നിട്ടെങ്കിലും നിങ്ങൾ പോകുമെന്ന് പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയും, ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇനി കല്യാണി വന്നതിന് ശേഷം പോകാമെന്ന് പറഞ്ഞ് നടക്കുന്ന കേസല്ല, അതുകൊണ്ട് ഞങ്ങളങ്ങ് പോകാമെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ പ്രകാശം പറയും, എനിക്ക് ഒത്തിരി അസുഖങ്ങളുള്ളൊരു മനുഷ്യനാണ് ഞാൻ, നിങ്ങളെല്ലാവരും കൂടി എന്നെ വിഷമിപ്പിക്കല്ലേ, ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ കാർത്തിക പറയാണ്, അച്ഛൻ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ പ്രകാശം പറയാമല്ലേ, കല്യാണ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ കല്യാണ പെണ്ണുണ്ടാവണം എന്ന് പറയണേ. അപ്പോൾ കാർത്തിക പറയും, അച്ഛൻ ഇനി അവൻ എന്നെ കൊല്ലട്ടെ, ദിലീപേട്ടെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുക കേട്ടോ ഇവരെല്ലാവരും. അപ്പോൾ പ്രകാശം പറയും, നിൽക്ക് ഞാനും കൂടി വരാമെന്ന് പറയുമ്പോൾ ലക്ഷ്മിയും പറയും, അത് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വന്നിട്ട് പോകുന്നോണം, അവിടെ നിൽക്കേണ്ട കാരണം. അപ്പോൾ കല്യാണി പറയുക, അച്ഛൻ്റെയും ബൈജുവിനോടൊപ്പം അമ്മ അവിടെ നിന്നത് കൊണ്ടാണ് അമ്മ ഇല്ലാണ്ടായേയും കല്യാണിയുടെ അമ്മ പോവുകയും ഇവിടുത്തെ ഒരു മരണ വീടാവാനുള്ള അവസ്ഥ വന്നത്, അതുകൊണ്ട് അച്ഛന് നിൽക്കണ്ടെന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ നമ്മുടെ കാർത്തിക. ലക്ഷ്മിയമ്മ പറയണ, പ്രകാശേട്ട ഗംഗ ജീവനോടെ ഉണ്ട്, ഗംഗ എന്തും ചെയ്യും, അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിഞ്ഞവരാണ്. പിന്നെ അപ്പോൾ കാർത്തിക പറയണ, അതെല്ലാവരും തലേദിവസം മാത്രം കല്യാണത്തിനായിട്ട് അങ്ങ് വന്നാൽ മതി എന്ന് പറയുവാണ്. രതീഷും കിരണും ബൈജുവും കൂടി ഓഡിറ്റോറിയം നോക്കിയിട്ട് കിരൺ പറയണ, അതേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം കേട്ടോ, അവൻ പൊട്ടിത്തെറിക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും, കാരണം അവൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേന്ന് പറയുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മുടെ കല്യാണി വന്നിട്ട് കിരണേട്ടാന്നും പറഞ്ഞ് വിളിക്കുവാണ്. കിരണേട്ട കാർത്തികേച്ചിയും ലക്ഷ്മിയമ്മ അവിടുന്ന് പോയി അവരുടെ വീട്ടിലോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ കിരൺ ചോദിക്കുക, അതെന്തിനാണ് പോയെന്ന് ചോദിക്കുമ്പോൾ പറയാം, നമുക്കൊരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളിങ്ങനെ കിടന്ന് ഓടുമ്പോൾ അവർ നമുക്കൊരു ആപത്ത് വരണ്ടാന്ന് പറഞ്ഞ് പോവുകയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞേച്ചും കല്യാണിൽ സങ്കടപ്പെട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയാണ്, നയനെ അവരുടെ വലിയ വീടുകൾ തമ്മിൽ വലിയ ദൂരം ഇല്ലെങ്കിലും അങ്ങോട്ട് ഓടിയെത്താനുള്ള അല്ല കുറഞ്ഞ ദൂരം പോലും നമുക്ക് അപകടമാണ് എന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.